ഒടുവിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും സൈബർ ആക്രമണങ്ങളിലും മൗനം വെടിഞ്ഞ് നടൻ രവി മോഹൻ രംഗത്ത്. ഗായിക കെനിഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ തന്റെ വ്യക്തിജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് താരം പൊട്ടിത്തെറിച്ചത്. ഭാര്യ ആരതിയുമായി കഴിഞ്ഞ 4 വർഷമായി വേർപിരിഞ്ഞ് കഴിയുകയാണെന്നും താൻ അനുഭവിച്ച അപമാനങ്ങൾ ഇനി താങ്ങാൻ കഴിയില്ലെന്നും രവി മോഹൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. കരാട്ടെ കിക്ക് അടിക്കുന്നത് പോലെ ഇനി താൻ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് രവി മോഹൻ സംസാരിച്ചു തുടങ്ങിയത്. 14 വർഷത്തെ വിവാഹ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. കഴിഞ്ഞ 4 വർഷമായി ഭാര്യയുമായി വേർപിരിഞ്ഞു കഴിയുന്ന താൻ 2 വർഷത്തോളം ഹോട്ടൽ മുറിയിലാണ് താമസിച്ചിരുന്നത്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വീടും സമ്പാദ്യവുമെല്ലാം അവർക്കായി വിട്ടു നൽകി വെറും കൈയോടെയാണ് താൻ ഇറങ്ങിപ്പോകുന്നതെന്നും ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും താരം വെളിപ്പെടുത്തി. അതോടൊപ്പം വലിയൊരു പ്രഖ്യാപനവും വാർത്താ സമ്മേളനത്തിൽ രവി മോഹൻ നടത്തിയിട്ടുണ്ട്. നിയമപരമായി വിവാഹമോചനം ലഭിക്കുന്നതുവരെ തന്റെ പുതിയ സിനിമകളൊന്നും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ലത്രേ. നിലവിലെ മാനസികാവസ്ഥയിൽ തനിക്ക് അഭിനയിക്കാൻ കഴിയുന്നില്ലെന്നും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർത്ത ശേഷമേ ഇനി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുകയുള്ളൂവെന്നും താരം വ്യക്തമാക്കി. അതേസമയം കുട്ടികളോടുള്ള തന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെയും താരം രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. മക്കളുടെ സ്കൂൾ ഫീസായി 50 ലക്ഷം രൂപയോളം അടയ്ക്കുന്നത് താനാണെന്നും എന്നാൽ ഇപ്പോൾ കുട്ടികളെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും അവരുടെ ഫോൺ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നും ബോഡി ഗാർഡുകളെ വെച്ചാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതെന്നും ആ ജീവിതം സഹിക്കാൻ വയ്യാതെയാണ് താൻ അവിടെ നിന്ന് മാറി താമസിച്ചതെന്നും രവി മോഹൻ വ്യക്തമാക്കുന്നുണ്ട്. സുഹൃത്തായ കെനിഷയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലും താരം ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. തന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിന്ന കെനിഷയെ വേട്ടയാടിയവരെ വെറുതെ വിടില്ലെന്നും രവി മോഹൻ കൂട്ടിച്ചേർത്തു. അതേസമയം രവി മോഹനുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കുകയാണെന്ന് ഗായിക കെനിഷ ഫ്രാൻസിസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേരിടുന്ന കടുത്ത സൈബർ ആക്രമണങ്ങളെ തുടർന്നാണ് ഈ തീരുമാനമെന്നും രവി മോഹനെ താൻ സ്വതന്ത്രനാക്കുകയാണെന്നും സംഗീതവും തെറാപ്പിയുമെല്ലാം അവസാനിപ്പിക്കുകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള കുറിപ്പ് കെനിഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. രവി മോഹന്റെ ഈ വൈകാരികമായ പ്രതികരണത്തോടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഈ വിവാദം പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണിപ്പോൾ. കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ റെഡ് കാർപ്പറ്റിൽ തിളങ്ങി നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നേരിട്ട ബോഡി ഷെയിമുകൾക്കും ട്രോളുകൾക്കും മാസ് മറുപടി നൽകി കയ്യടി നേടുകയാണ് ബോളിവുഡ് താരം ആലിയ ഭട്ട്. ആഗോള ബ്രാൻഡായ ലോറിയൽ പാരീസിന്റെ ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക ഗ്ലോബൽ അംബാസഡറായാണ് ആലിയ ഇത്തവണ കാനിന്റെ വേദിയിലെത്തിയത്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഫോട്ടോഗ്രാഫർമാരും റെഡ് കാർപ്പറ്റിൽ താരത്തെ അവഗണിച്ചുവെന്നും ആലിയയ്ക്ക് അവിടെ ഒരു സൂപ്പർ സ്റ്റാർ ഓറ ഇല്ലെന്നുമുള്ള രീതിയിൽ കടുത്ത വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലും ഉയരുന്നത്. തന്റെ കാൻ ഫെസ്റ്റിവലിലെ ചിത്രങ്ങൾ പങ്കുവെച്ച് ആലിയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ "എന്തൊരു കഷ്ടമാണിത്, ആരും നിങ്ങളെ അവിടെ ശ്രദ്ധിച്ചില്ലല്ലോ" എന്ന് പരിഹസിച്ച ഒരാൾക്ക് താരം നൽകിയ തകർപ്പൻ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്നത്. അതിലെന്തിനാണ് വിഷമിക്കുന്നത്, പ്രിയപ്പെട്ടവനെ, നീ എന്നെ ശ്രദ്ധിച്ചല്ലോ എന്നായിരുന്നു ബുദ്ധിപൂർവ്വം വളരെ കൂളായി ആലിയ നൽകിയ മറുപടി. വിമർശകരുടെ വായടപ്പിക്കുന്ന തരത്തിലുള്ള ആലിയയുടെ ഈ പ്രതികരണം ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അന്താരാഷ്ട്ര വേദികളിൽ മുൻപ് ഐശ്വര്യ റായ്, പ്രിയങ്ക ചോപ്ര, ദീപിക പദുകോൺ എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിട്ടുണ്ട്. അവരെ താരതമ്യം ചെയ്ത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ആലിയയ്ക്ക് നേരെ നടക്കുമ്പോഴും അതിനെയെല്ലാം ശക്തമായി നേരിട്ട ആലിയയുടെ നിലപാടിനെ പ്രശംസിക്കുകയാണിപ്പോൾ ആരാധകർ.